അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെറും പട്ടിണി കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മാസമല്ല റമദാൻ മാസം എന്ന് നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ നമ്മെ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ആ പറയുന്ന വാക്കിൽ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. ഒരു വെറും വാക്ക് മാത്രമല്ല അത്. പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം പടച്ച തമ്പുരാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കൂലി ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല എന്നുകൂടിയാണ്. അഥവാ ഒരുപാട് മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നിർബന്ധമായിട്ടുള്ള 5 വക്ത് നിസ്കാരം, ഖുർആൻ പാരായണം, നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പുറമെ നമ്മൾ പ്രത്യേകം റമദാൻ മാസത്തിൽ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എൻ്റെ അയൽപ്പക്കത്ത് ഒരു വയസ്സായ ഒരു വല്യപ്പയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ റമദാൻ മാസം വരെ നന്നായിട്ട് നോമ്പൊക്കെ എടുത്ത, പ്രത്യേകിച്ച് വയ്യാത്ത സമയത്ത് പോലും 1.5 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് പള്ളിയിൽ പോകുന്ന, അതിൻ്റെ ഓരോ കാൽച്ചൂടുകൾക്കും പ്രതിഫലമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ റമദാൻ മാസത്തിൽ അദ്ദേഹത്തിന് തീരെ വയ്യ. അപ്പോൾ ആ മനുഷ്യൻ നോമ്പെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം. അദ്ദേഹത്തിൻ്റെ മകൻ നാട്ടിലില്ല, മരുമകളും ഭാര്യയും മാത്രമാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അത്യാവശ്യമായ ചില സാധനങ്ങളൊക്കെ വേണ്ടി വരും. പ്രായമായതാണ്, രോഗാവസ്ഥയിലുള്ള വ്യക്തിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ട അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായി കൊണ്ടുവരുന്നുണ്ടാവുമോ, അതുപോലെ തന്നെ മരുന്നുകൾ, ഗുളികകൾ, ഇതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവുമോ. ഗുളികകളും മരുന്നുകളൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലൂടെ ഞാനും ഉമ്മയും പോകുന്ന സമയത്ത് അദ്ദേഹവും ഭാര്യയും തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, എന്തെങ്കിലും സാധനം കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒന്നും കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞു. ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും കൊണ്ടുവരേണ്ടതില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തന്നെയായിരുന്നു മറുപടി. വൈകിട്ട് ഉമ്മ പറഞ്ഞു അവർക്ക് ശരിക്ക് പഴവും ബ്രെഡൊക്കെ ആവശ്യം തന്നെയാണ്, കാരണം അവർ നമ്മളോട് പറയാനുള്ള മടി കൊണ്ട് മാത്രമാണ് അത് പറയാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് അവർക്ക് വേണ്ട പഴവും ബ്രെഡും മറ്റുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ശരിക്കും അത് അവർക്ക് ആവശ്യമുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളോട് എങ്ങനെയാണിത് പറയുക എന്ന് മടിച്ച് ഇരിക്കുകയായിരുന്നു അവർ. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന കുടുംബം, തൊട്ടടുത്തുള്ള അയൽവാസികളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ അവസ്ഥകൾ, രോഗമായിരിക്കാം, ചിലപ്പോൾ പണം ഉണ്ടാവാം, മറ്റു കഴിവുകളെല്ലാം ഉണ്ടാവാം, പക്ഷേ അവർക്ക് സഹായങ്ങൾ ആവശ്യമായിരിക്കും. പണം ഉള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനെല്ലാം തികഞ്ഞവനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്ത് സഹായമാണ് അവർക്ക് വേണ്ടത്, അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എല്ലാവരും പടച്ച തമ്പുരാൻ്റെ സൃഷ്ടികളാണ്. അതിൽ നല്ല മനുഷ്യരുണ്ട്, അതുപോലെ ജീവികളുണ്ട്, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും നമുക്ക് കണ്ടറിയാൻ കഴിയണം. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ചെയ്തിരിക്കണം. കാരണം നോമ്പ് എന്ന് പറയുന്നത് ഒരു പട്ടിണി കിടക്കൽ മാത്രമല്ല. നമ്മുടെ വല്യമ്മമാരൊക്കെ പറയുന്ന പോലെ വെറും പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം ഒരു നോമ്പിൻ്റെ കൂലി നമുക്ക് ലഭിക്കില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. തൊട്ടടുത്തുള്ളവൻ്റെ വിശപ്പറിയണം, അതുപോലെ അവൻ്റെ ആവശ്യങ്ങൾ അറിയണം, തൊട്ടടുത്ത വീട്ടിലെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് ആവശ്യം, അത് സഹായങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു വാക്കുകൊണ്ടെങ്കിലും അവരുടെ സുഖ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. സൂറത്ത് ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ ഇപ്രകാരമാണല്ലോ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈമാനുള്ളവരെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർദ്ദേശിക്കപ്പെട്ടതുപോലെ, നിർബന്ധമാക്കിയതുപോലെ തന്നെയാണ്. എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പോൾ നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് തഖ്വയാണ്. ആ തഖ്വ, അള്ളാഹു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവലാണ്. ആ തഖ്വയുടെ ഉള്ളിൽ വരുന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളെ നമ്മൾ പരിഗണിക്കലും. അള്ളാഹു പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളവരെ, അയൽവാസികളെ, അയൽജീവികളെ, തൊട്ടടുത്തുള്ള മറ്റു ജീവജാലങ്ങളെ, വീടുകളെ, അത് മതമോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ശുദ്ധിയോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ അവരെ പരിഗണിക്കേണ്ടത്. നമ്മൾ അവരെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം നോമ്പ് എന്നുള്ളത് പട്ടിണി കിടക്കുന്നവൻ്റെ, ദരിദ്രൻ്റെ, വിശപ്പ് അനുഭവിക്കുന്നവൻ്റെ
എല്ലാ അവസ്ഥകളും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ കാശുണ്ടാവും, നമ്മുടെ അലമാരകളിൽ, നമ്മുടെ അടുക്കളയിൽ, ഫ്രിഡ്ജിലെല്ലാം ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ സമയത്തും പട്ടിണി കിടക്കുന്നവൻ്റെ, ദരിദ്രൻ്റെ, ഇല്ലാത്തവൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ നോമ്പിൻ്റെ പട്ടിണിയിലൂടെ കടന്നു പോയേ മതിയാവുകയുള്ളൂ. ആ വിശപ്പ് നമ്മൾ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ അവിടെ നോമ്പ് നോൽക്കുന്നത് ആളുകൾ കാണാൻ വേണ്ടിയോ മറ്റോ ഒന്നുമല്ല, ഉമ്മ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നതുകൊണ്ടോ ഒന്നുമല്ല. ശരിക്കും നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. കാരണം സഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഖാലല്ലാഹു തആല അസ്സിയാമുലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നോമ്പ് മറ്റുള്ളവർ കാണാനുള്ളതല്ല, മറ്റുള്ളവരെ അറിയിക്കാനുള്ളതല്ല, അത് നമ്മുടെ പടച്ച തമ്പുരാന് വേണ്ടിയുള്ളതാണ്. പടച്ച തമ്പുരാൻ തന്നെ പറയുന്നത്, അള്ളാഹു തന്നെ പറയുന്നത്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ്. അയൽബന്ധത്തെക്കുറിച്ച്, പരസ്പര സാഹോദര്യത്തെക്കുറിച്ച്, തൊട്ടടുത്തുള്ളവനെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ആയത്തുണ്ട്. സൂറത്ത് നിസയിലെ 36-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, മഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് എന്ന് പറയുന്നുണ്ട്. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവിൻ, അടുത്ത അയൽക്കാരനോടും അകന്ന അയൽക്കാരനോടും നന്മ ചെയ്യുവിൻ എന്നാണ്. നമ്മുടെ മാതാപിതാക്കളോടും അതുപോലെ അള്ളാഹുവിനോട്, ആദ്യം അള്ളാഹുവിനെ പറഞ്ഞു, പിന്നെ മാതാപിതാക്കളെ പറഞ്ഞു, തൊട്ടടുത്തായി പറഞ്ഞത് നമ്മുടെ അയൽക്കാരെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള 40 വീടുകൾ നമ്മുടെ അയൽപ്പക്കമാണ്. അവിടെ ഇസ്ലാം മതവിശ്വാസിയെന്നോ ഹിന്ദു മതവിശ്വാസിയെന്നോ ക്രിസ്തു മതവിശ്വാസിയെന്നോ അല്ലെങ്കിൽ വിശ്വാസമേ ഇല്ലാത്ത ആളെന്നോ ഒന്നും പറയുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ളവരെല്ലാം നമ്മുടെ അയൽവാസികളാണ്. അവരെയെല്ലാം നമ്മൾ പരിഗണിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ്. പട്ടിണി കിടന്ന് മറ്റുള്ളവൻ്റെ ദാരിദ്ര്യവും വിശപ്പും നമുക്ക് മനസ്സിലാവുക, അതിലൂടെ അവരെ സഹായിക്കാനും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കുക എന്നുകൂടിയാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. അപ്പോൾ നോമ്പ് നമ്മെ വിശപ്പ് മാത്രമല്ല അറിയിക്കുന്നത്, അതിലൂടെ നമ്മുടെ അയൽവാസിക്ക് വിശക്കുന്നുണ്ടോ, അവർക്ക് വല്ലതും ആവശ്യമുണ്ടോ, അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. തൊട്ടടുത്തവന് സഹായം എത്തിക്കുന്നത് പോലെ തന്നെ ഒരാൾക്ക് നോമ്പ് നോൽക്കാനുള്ള ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകുന്നത്, ആണെങ്കിലും നോമ്പ് തുറക്കാൻ ഒരു സമയമെങ്കിലും വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്നതും ഇതുപോലെ തന്നെ പുണ്യമുള്ള കാര്യമാണ്. അത് സാഹോദര്യവും പരസ്പര ബന്ധവുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു കാരണം കൂടിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫസ്ലിഹു ബൈന അഖവൈക്കും, വിശ്വാസികളെല്ലാം സഹോദരങ്ങളാണ്, അതിനാൽ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഐക്യം സ്ഥാപിക്കുവിൻ എന്നാണ് പറയുന്നത്. അഥവാ നമ്മുടെ തൊട്ടടുത്തുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും അയൽപക്കങ്ങളും എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ കൂടിയാണ്. അവരെയെല്ലാം ഒരു നേരം നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതും അവർ വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ പുറത്തെവിടെയെങ്കിലും ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് നോമ്പ് തുറ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പരസ്പരം സാഹോദര്യവും സ്നേഹവും വളർത്താനുള്ള ഒരു മാർഗങ്ങൾ കൂടിയാണ്. ഇഫ്താർ സംഗമങ്ങൾ, അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കിടയിലെ ഇഫ്താർ വിരുന്നുകൾ, ഇതെല്ലാം സാഹോദര്യം നിലനിർത്താനുള്ള, കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു മാർഗം കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുന്നോ, അയൽവാസിയെ എങ്ങനെ സ്നേഹിക്കുന്നോ, കുടുംബക്കാരെ എങ്ങനെ സ്നേഹിക്കുന്നോ, അതിനോളം തുല്യമാണ് തൊട്ടടുത്ത ജീവജാലങ്ങൾ, അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് വരുന്ന പൂച്ച, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നായ, കോഴികൾ, ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ കൂടി നമ്മൾ നോമ്പ് കാലത്ത് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നോമ്പ് കാലത്ത് ഭക്ഷണമൊന്നും പാചകം ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പൂച്ചകളുണ്ട്, കോഴികളുണ്ട്, മറ്റു മൃഗാദികളുണ്ട്. ഒരു പക്ഷെ തൊട്ടടുത്ത വീട്ടിലെ നായ പോലും നമ്മൾ നൽകുന്ന ആ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ഭക്ഷണമാണെങ്കിലും നമ്മൾ ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ അത് കളയാതെ, ബാക്കിയാക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റു ജീവജാലങ്ങൾക്ക് കൂടി അത് കരുതി വെക്കുക. എന്നിട്ട് പകൽ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ മാത്രമാണ് അവിടെ നോമ്പുകാർ, മൃഗങ്ങൾ നോമ്പുകാരല്ല, ജീവികൾ നോമ്പുകാരല്ല, നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ നമുക്ക് സാധിക്കുകയും വേണം. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ ദാഹിച്ചു വലഞ്ഞ ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പ് നൽകിയ ഒരു അവസ്ഥ, തെറ്റുകളെല്ലാം ക്ഷമിച്ച് അദ്ദേഹത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരു ചരിത്ര ശകലം നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹീഹുൽ മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, ഒരു സ്ത്രീ ഒരു പൂച്ചയെ
അടച്ചു വെച്ചു അഥവാ കെട്ടിയിടുകയും അതിന് ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്ത ഒരു ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ സ്ത്രീക്ക് പിന്നെ അള്ളാഹു നൽകിയ ശിക്ഷ നമ്മളെല്ലാം കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക, ഒരാൾ ഒരു നോമ്പുകാരനാകുന്നു, അയാൾ നിയ്യത്ത് വെച്ച് പട്ടിണി കിടക്കുന്നു, നവൈതു സൗമാദിൻ എന്ന് പറഞ്ഞ് അയാൾ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തഖ്വ അയാളിൽ വളരുന്നു, അയൽബന്ധം ശക്തമാക്കുന്നു, അതുപോലെ പരസ്പര സാഹോദര്യം ഉറപ്പാക്കുന്നു, പരസ്പരം തൊട്ടടുത്തുള്ള ജീവജാലങ്ങളോടുകൂടി കരുണ അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു എന്നൊക്കെയാണ്. അഥവാ ഈ പട്ടിണിയുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്നുണ്ടാവണം. നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് തൊട്ടടുത്തുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് കൂടിയാണ് നോമ്പ് എന്ന മഹത്തായ ഇബാദത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ പൂർണ്ണതയോടെ നോമ്പ് അനുഷ്ഠിക്കാനും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും ജീവജാലങ്ങളോടും അയൽപ്പക്കക്കാരോടും എല്ലാം സ്നേഹവും അനുഭൂതിയും വളർത്താനും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമെല്ലാം ഈ റമദാൻ മാസം, ഈ നോമ്പുകാലം ഒരു കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.